ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് പല തരത്തിലുള്ള നീക്കങ്ങൾ ചെയ്തു കൂട്ടുകയും ചാരവൃത്തി നടത്തുകയും ചെയ്ത നിരവധി ആളുകളെയാണ് ഇതിനോടകം തന്നെ ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പാകിസ്ഥാന്റെ ചാര സംഘടനയ്ക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ്, കള്ളക്കടത്ത്, അതുപോലെ പ്രധാനപ്പെട്ട വളരെ വിശദമായ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവയ്ക്കുക, ഇതൊക്കെ തന്നെയാണ് യൂട്യൂബർ ജ്യോതി അടക്കം ചെയ്തിട്ടുള്ളതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ പാകിസ്ഥാനിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ജ്യോതിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ യൂട്യൂബർ ജ്യോതി ഏതാനും മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലും എത്തിയിട്ടുണ്ട്. കേരളം സന്ദർശിച്ച് ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ നിന്നാണ് ജ്യോതി യാത്ര തുടങ്ങിയത്. ദൃശ്യങ്ങളിൽ കണ്ണൂർ വിമാനത്താവളവും മറ്റ് വിവരണങ്ങളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിമാനത്താവളത്തെക്കുറിച്ചും അതുപോലെ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ മേഖലകളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ യൂട്യൂബിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് ഭീകരർക്ക് ഒരു ആയുധമായി മാറുകയും അവയെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാനായി സാധിക്കുകയെന്നും റിയൽ ടൈമായി തന്നെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ മേഖലകൾ എന്നുള്ളത് വിവരശേഖരണത്തിനും യൂട്യൂബിലൂടെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മൂന്നാർ, ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലൊക്കെ ജ്യോതി സന്ദർശിച്ച് വ്യക്തമായ വീഡിയോകളും അതിൻ്റെ ചിത്രങ്ങളും പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. ട്രാവൽ വ്ളോഗർ എന്ന രീതിയിലാണ് പങ്കുവെച്ചതെങ്കിൽ പോലും ഇത് വെറും ഒരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നുമാണ് കേരള സന്ദർശനത്തിന് ശേഷം ജ്യോതി പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ച് സാധാരണ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന രീതിയിലോ ട്രാവൽ വ്ളോഗ് എന്ന രീതിയിലോ മാത്രമല്ല തന്ത്രപ്രധാനമായ മേഖലകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനായിരുന്നാലും പകർത്താൻ പാടില്ലാത്ത വിവരങ്ങൾ പകർത്തിക്കഴിഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. ഇതുകൂടാതെ തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു ജ്യോതി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ വ്യക്തമായ വിശദീകരണം ജ്യോതി നൽകാത്ത പക്ഷം ഇക്കാര്യത്തിൽ ജ്യോതിയും ഒരു രാജ്യദ്രോഹിയായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുമാത്രമല്ല, യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ജ്യോതിക്ക് ഇത്രയധികം വിദേശയാത്രകൾ എങ്ങനെ നടത്താനായി സാധിക്കും? ജ്യോതിക്ക് പിന്നിൽ സ്പോൺസറായി നിൽക്കുന്നത് ആരൊക്കെയാണ്? അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എത്തുന്നത്? ഇങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു പോകുന്നത്. എവിടെയൊക്കെ യാത്ര ചെയ്തു, എന്തൊക്കെ ആ പോയ സ്ഥലത്ത് നിന്നും പകർത്തിയെടുത്തിട്ടുണ്ട്, അവിടെ ആരെയൊക്കെ കാണാനായി ശ്രമിച്ചു, മറ്റ് യൂട്യൂബർമാർ ഇക്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ച് പോരുന്നത്. ജ്യോതി മൽഹോത്ര വഴി മറ്റുള്ള വ്ളോഗർമാരും വ്ളോഗർമാരെ കൂടി പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ നേരായ രീതിയിൽ യാത്ര എന്ന രീതിയിലോ അവരെ തെറ്റിദ്ധരിപ്പിച്ചോ ഒക്കെ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്താനായി പലരും ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അവർ പോലും അറിയാതെ അവരുടെ പക്കൽ നിന്നും പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടെന്നും തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുപോലെ തന്നെ ലഭിക്കുന്ന ഒരു വാർത്ത, ഏറ്റവും പുതിയൊരു വാർത്തയാണ്, പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്നും ഒരു ബിസിനസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. റാംപൂർ സ്വദേശിയായ ഷഹ്സാദിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സാണ് മൊറാദാബാദിൽ നിന്നും പ്രതിയെ പിടികൂടിയതും. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് വേണ്ടി ISIക്ക് വേണ്ടി അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിലും ചാരവൃത്തിയിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് പാകിസ്ഥാന് കൈമാറി കഴിഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഷഹ്സാദ് പലതവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രയുടെ മറവിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മറ്റു വസ്തുക്കളൊക്കെ തന്നെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ കള്ളക്കടത്തിന്റെ മറവിൽ പ്രതി ISIയുടെ പ്രവർത്തകരുമായി ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്നും പറയുന്നു. ഇന്ത്യയിലുള്ള ISI ഏജന്റുമാർക്ക് ഷഹ്സാദ് ആയിരുന്നു പണവും ഇന്ത്യയും സിം കാർഡുകളുമൊക്കെ എടുത്തുകൊടുത്തതായി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. റാംപൂർ ജില്ലയിൽ നിന്നും ഉത്തർപ്രദേശിന്റെ മറ്റ് മേഖലകളിൽ നിന്നും ISIക്ക് വേണ്ടി ഷഹ്സാദ് ആളുകളെ പാകിസ്ഥാനിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, കയറ്റി അയച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള നിരവധി ആളുകളെ പിടികൂടാൻ
ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ സേനാ രഹസ്യങ്ങൾ ചോർത്താനും വ്യാജ പ്രചരണം നടത്താനും ഒക്കെ തന്നെ ഇന്ത്യക്കകത്ത് പല നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോലും നിരവധി ആളുകൾ വിമർശനപരമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. നമ്മുടെ പെങ്ങന്മാരുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ ഒക്കെ തന്നെ സിന്ദൂരം വായിച്ച ഭീകരർക്കെതിരെ നടത്തിയ നടപടിയെ നിശിതമായി വിമർശിക്കുന്ന രാജ്യദ്രോഹികളടക്കം നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ള വിമർശനം പരക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരായ പ്രവർത്തനം നടത്തിയവരെ ഓരോരുത്തരായി ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ചാലകശക്തിയായി പ്രവർത്തിച്ച 10 പേരെയാണ് ഈ അടുത്തായി തന്നെ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനും അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടുള്ളത്. ഓരോരോ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായത്തോടെയാണ് ഈ നടപടികൾ പുരോഗമിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാന ഹിസാർ സ്വദേശിനിയാണ് ജ്യോതി മൽഹോത്ര എന്ന 33-കാരി. പാകിസ്ഥാന്റെ ഇന്റലിജൻസിന് വേണ്ടി ജ്യോതി സുപ്രധാനമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിക്കൊടുത്തു, സ്ഥലങ്ങളുടെ തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം വീഡിയോ ക്രിയേറ്റർമാരിൽ നിന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അതിനു പുറമെ പാകിസ്ഥാനെ തന്നെ പുകഴ്ത്തി പാകിസ്ഥാന് ഇന്ത്യക്കകത്തൊരു സൽപ്പേരുണ്ടാക്കി കൊടുക്കാനുള്ള നീക്കങ്ങളും പാകിസ്ഥാൻ തന്നെ വ്ളോഗർമാരിലൂടെ ലക്ഷ്യമിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടുകൂടി ജ്യോതി ഇതുവരെ യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോ ദൃശ്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് ഇന്ത്യൻ ഏജൻസികൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിലും ജ്യോതി പങ്കെടുക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ജ്യോതിക്ക് പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനിൽ നിന്നും ഒരു പ്രത്യേക ക്ഷണം ലഭിച്ചത്. ഈ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജ്യോതി മൽഹോത്ര അവരുടെ ഇഫ്താർ ചടങ്ങിലടക്കം പങ്കെടുത്തു. ഈ പരിപാടിയുടെ വീഡിയോയും ജ്യോതി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപഴകുന്നത് വളരെ വ്യക്തമായി കാണാം. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെ തന്നെയാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനിഷ് വഴി ആയിരിക്കണം ജ്യോതി നിർണായകമായ വിവരങ്ങൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയ് 13-ന് ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് സർക്കാർ ഡാനിഷിനെ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ച് പുറത്താക്കുകയും ചെയ്തിരുന്നു. 2023-ൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തെന്നും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി തവണ ജ്യോതി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. 2023-ൽ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ആ വീഡിയോ കൃത്യമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഓരോ തെരുവോരങ്ങളിലും ജ്യോതി പോയിട്ടുണ്ട്, വീഡിയോ പകർത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ നടത്തിയ പരിപാടിയിലെത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ ഡാനിഷ് തന്നെയായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. വേദിയിലേക്ക് കൊണ്ടുപോയതടക്കം ഇവരായിരുന്നു. ഇവർ തമ്മിൽ നേരത്തെ വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് അതിഥികളെ അടക്കം ഡാനിഷാണ് ജ്യോതിയെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവർ ഒരു യൂട്യൂബറും ബ്ലോഗറുമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡാനിഷിന്റെ പരിചയപ്പെടുത്തൽ. പേരും അതുപോലെ തന്നെ ചാനലിനെ കുറിച്ചും ഒക്കെ തന്നെ വളരെ വ്യക്തമായി ഡാനിഷ് പറഞ്ഞു കൊടുക്കുന്നതും വാചാലനാകുന്നതും ഒക്കെ തന്നെ അതിലൂടെ കാണാനായി സാധിക്കുന്നുണ്ട്. അവരടക്കം പാകിസ്ഥാന്റെ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.